നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലാം, നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നിപ്പോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ജ്യോതി മൽഹോത്ര അവർ ഒരു ബ്ലോഗറാണ്. അവർ കേരളവും സന്ദർശിച്ചിരുന്നു. അവരിപ്പോ ചാരപ്രവൃത്തി ആരോപിച്ച് അവർ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത്, ഈ ജ്യോതി മൽഹോത്ര കുംഭമേള കാണാനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ യോഗി ആദിത്യനാഥിനെതിരെയും കേസ് എടുക്കണ്ടേ? അതായത് കേരള സർക്കാരിനെതിരെ ഒരു ആരോപണം ഉയരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായി ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ യോഗി ആദിത്യനാഥിനെതിരെ കേസ് എടുക്കാൻ BJP തയ്യാറാവുമോ എന്നാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഇന്ന് മുഹമ്മദ് റിയാസ് വന്ന് കുറച്ച് ഏറെ കാര്യങ്ങൾ പറയുന്ന റിപ്പോർട്ടർ ചാനലിലാണെന്ന് തോന്നുന്നു. വാർത്താ സമ്മേളനം ഒന്നും ആയിരുന്നില്ല. റിപ്പോർട്ടർ ചാനലിലൊരു ഗസ്റ്റായി വന്ന് പങ്കെടുത്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്ന 2-3 കാര്യം: ഒന്ന്, കേരളത്തെ ടൂറിസത്തെ എതിർത്ത് കാണിക്കാനാണ്. 2, എല്ലാ സംസ്ഥാനങ്ങളിലും ജ്യോതി മൽഹോത്ര പോയിട്ടുണ്ട്, കുംഭമേളയിലും ജ്യോതി മൽഹോത്ര പോയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാനും കേരളത്തിന്റെ, അതായത് കേരള സ്റ്റോറി പോലൊക്കെ കേരളത്തെ എതിർത്തി കാണിക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കാരണമാകുന്നുള്ളൂ. 4-മത് അദ്ദേഹം പറഞ്ഞ പോയിന്റ്, അതായത് രാഷ്ട്രീയ താല്പര്യങ്ങൾ, ഇത് ആരോപണം ഉന്നയിക്കുന്നവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നതാണ് 4 പോയിന്റ്. ഈ 4 പോയിന്റിന് ഞാൻ കൃത്യമായ മറുപടി പറയാം. ഒന്ന്, കേരളത്തിലെ ടൂറിസത്തെ ഇകഴ്ത്തി കാണിക്കാനാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കേരള ടൂറിസത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താനാണ് എന്നാണല്ലോ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും, അതുപോലെ തന്നെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ലോക ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്താനാണ് ജ്യോതി മൽഹോത്രയെ പോലുള്ള ഒരാളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയ എന്ന വാദമാണ് അദ്ദേഹം വെക്കുന്നത്. ലോകത്ത് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബർ, അവർ നൊമാഡിക് ഗേൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് നടത്തുന്നുണ്ട്. ആ യൂട്യൂബിൽ തന്നെ അവരെ വിശേഷിപ്പിക്കുന്ന നൊമാഡിക് ഗേൾ എന്നൊക്കെയാണ്. ഏതായാലും 3.5 ലക്ഷം സബ്സ്ക്രൈബർ, ഞാൻ മനസ്സിലാക്കുന്ന 3.5 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ആളാണ്. ഇൻസ്റ്റയിൽ 1.25 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ നമുക്ക് തന്നെ അറിയാം, കൊച്ചിയിൽ ഒരു സുജിത് ഭക്തൻ എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഉണ്ട്. അദ്ദേഹം എത്രയോ വർഷമായി ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന ആളാണ്. ഇന്ത്യ മാത്രമല്ല, ലോകരാജ്യങ്ങൾ മുഴുവൻ, അദ്ദേഹം സന്ദർശിക്കാത്ത രാജ്യങ്ങളോ അദ്ദേഹം സന്ദർശിക്കാത്ത സ്ഥലങ്ങളോ ഇല്ല. അദ്ദേഹത്തിന്റെ യൂട്യൂബിനെ സംബന്ധിച്ച് നമുക്കറിയാം. അത്തരമൊരു യൂട്യൂബർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളപ്പോ ലോക ഭൂപടത്തിൽ നമ്മുടെ ടൂറിസത്തിന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിന് മുഹമ്മദ് റിയാസ് പറയുന്ന ഒരു കാരണം, ഈ കേരളത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ കുറിച്ച് മറ്റു നാടുകളിൽ അറിയാനും ലോകത്തിന് മുന്നിൽ അറിയിക്കാനും ഇപ്പോ കേരളത്തിലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുറത്തുള്ളവരല്ലേ കേരളത്തിലെ ടൂറിസം മേഖലയെ കുറിച്ച് പറയേണ്ടത്. അതുകൊണ്ടാണല്ലോ പറയുന്നത് സുജിത് ഭക്തൻ എന്ന് പറയുന്ന യൂട്യൂബറെ കുറിച്ച് പറയാൻ, അദ്ദേഹം കേരളത്തിലാണെങ്കിലും അദ്ദേഹം മറ്റു രാജ്യങ്ങൾ കൂടി സന്ദർശിക്കുന്ന, ഏത് സമയത്തും മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പറയപ്പെടുന്ന ഈ യൂട്യൂബറിന്റെ 10 ഇരട്ടി ഫോളോവേഴ്സും വ്യൂവേഴ്സും ഉള്ള ഒരാളുമാണ്. അപ്പോ അതുകൊണ്ട് കേരളത്തിലുള്ള ഒരാളായതുകൊണ്ട് അവരെ വില കുറച്ച് കാണുകയാണോ എന്ന് എനിക്കറിയില്ല. അത് ഒന്നാമത്തെ കാര്യം. 2-മത്തെ കാര്യം, ഇനി ടൂറിസത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് നിന്ന് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടുവരുന്നത് ഇതുമൂലം കുറയ്ക്കും എന്ന് പറയുന്നതിനെയും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബർ ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടു എന്നുള്ളത് ലോകത്തെല്ലായിടത്തും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ അവർ സന്ദർശിച്ചിരുന്നു എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുമ്പോൾ കേരളത്തിൽ സന്ദർശിച്ചതിന് കുഴപ്പമില്ല എന്നാണോ കേരളത്തിലെ BJPയും മറ്റുള്ളവരും കേരളത്തിലെ ജനങ്ങളും പറയേണ്ടത്? അല്ലെങ്കിൽ ഇത് ലോകം മുഴുവൻ അറിഞ്ഞ ഒരു കാര്യത്തെ മറച്ചു വെച്ചാൽ മാത്രമേ ടൂറിസം ഇവിടെ വികസിക്കുകയുള്ളൂ എന്നാണോ മുഹമ്മദ് റിയാസ് പറയുന്നതെന്ന് സംശയം ബാക്കിയാവും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് റിയാസ് പറയുന്നത്, ഈ വ്ളോഗർ ജ്യോതി മൽഹോത്ര എല്ലായിടവും സന്ദർശിച്ചിട്ടുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്, ഒപ്പം കുംഭമേളയിലും പോയിരുന്നുവെന്ന്. ഇത് നമുക്കറിയുന്ന ഒരു കാര്യമല്ലേ? ഞാനോ നിങ്ങളോ ഏതെങ്കിലും ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്ളോഗറോ ഞാനോ നിങ്ങളോ ഒക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഒരു വ്ളോഗ് എടുത്തിട്ടാൽ അവിടുത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇതിപ്പോ കുംഭമേളയ്ക്ക് UP സർക്കാരിന്റെ ഗസ്റ്റായിട്ടാണോ അവിടെ ജ്യോതി മൽഹോത്ര പോയത്? അവർ ഒരു വ്ളോഗർ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവരവിടെ പോകുന്ന ഒരു വീഡിയോ പിടിക്കുന്നു, വീഡിയോ എടുക്കുന്നു. നേരെ മറിച്ച് കേരളത്തിലെ അവസ്ഥ എന്താ? കേരളത്തിലെ ടൂറിസം വകുപ്പ്, ടൂറിസം മന്ത്രി വിളിച്ചു വരുത്തി എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട തന്ത്രപരമായ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് അവരുടെ ചെലവ് വഹിച്ച് കേരള സംസ്ഥാനത്തിന്റെ ഗസ്റ്റായിട്ടാണ് അവർ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ എത്തിയത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഹമ്മദ് റിയാസിനാണ്. അതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു എംപാനൽ ചെയ്ത ഏജൻസിക്കാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ അത് അറിഞ്ഞിരുന്നില്ലെന്നോ വാദം നിലനിൽക്കുന്നതല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിനൊരു നമുക്കറിയാമല്ലോ, സംസ്ഥാനത്തിന് ഇന്റലിജൻസ് ഉള്ള പോലെ തന്നെ കേരളത്തിനും ഒരു ഇന്റലിജൻസ് ഇല്ലേ? ഈ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇത് ആരാണെന്നെങ്കിലും അന്വേഷിക്കില്ലേ?
ഈ ജ്യോതി മൽഹോത്രയെ ആരാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്? അപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മുഹമ്മദ് റിയാസ് പറയുന്നത് സുരേന്ദ്രനും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നവർക്കും ഒക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അതുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ് അവർ പറയുന്നതെന്നാണ്. അപ്പോ ഈ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരുടെ രാഷ്ട്രീയ താല്പര്യമാണ്? കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം പറയുന്ന ജ്യോതി മൽഹോത്രയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ താല്പര്യമല്ലേ? അപ്പോ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ അദ്ദേഹം പറയുന്നത് ജ്യോതി മൽഹോത്രയെ മാത്രമല്ല, പല ഭാഗങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് ബ്ലോഗേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വരുന്നവരെല്ലാം നാളെ ചാര പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമെന്നോ മറ്റ് അവരുടെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതേ അത് നമുക്ക് ഞാനതല്ലേ ചോദിക്കുന്നത്. ഒരാളെ, ഒരു ഗസ്റ്റിനെ, സംസ്ഥാന സർക്കാരിന്റെ ഗസ്റ്റായി വരുന്ന ഒരാൾ, ആ ആളെ കുറിച്ച് ഇന്റലിജൻസ് അന്വേഷിക്കേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കും വരാമോ? നാളെ താഹ ഉർറാന വന്നിട്ട് ഞാനൊരു യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുഹമ്മദ് റിയാസ് താഹ ഉർറാനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നോ? കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം? അപ്പൊ ഇതിനൊരു ഇന്റലിജൻസ് സംവിധാനം വേണ്ടേ? പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു അവസ്ഥ ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഈ കേരള സ്റ്റോറി വലിയ ദോഷം ചെയ്തു എന്നൊക്കെയാണല്ലോ മുഹമ്മദ് റിയാസ് പറയുന്നത്. കേരള സ്റ്റോറി ദോഷം ചെയ്തു എന്ന് പറയുമ്പോഴും ഞാൻ ചില സംശയങ്ങൾ ചോദിക്കട്ടെ. കൊയിലാറ്റ് ഡെന്റൽ കോളേജിൽ പഠിക്കാൻ പോയ കുട്ടികൾ എങ്ങനെയാണ് IS എത്തപ്പെട്ടത്? കേരളത്തിൽ നിന്ന് കുട്ടികൾ IS പോകുന്നു. കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുന്നു. കേരളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ നേരിടുന്നു. കേരളത്തിൽ നിരവധി പെൺകുട്ടികൾ കാണാതെ പോയിട്ടുണ്ട്. IS എത്ര പേരാ പോയത്? കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ IS എത്തപ്പെട്ടിട്ടില്ലേ? IS പൊട്ടിത്തെറിച്ചു പോയ മാധ്യമ പ്രവർത്തകൻ തേജസിന്റെ മാധ്യമ പ്രവർത്തകനാ. എനിക്കറിയുന്ന ഒരാളായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് തൊട്ടടുത്ത് എന്റെ അതേ ആ ബിൽഡിങ്ങിൽ, ആ കോംപ്ലക്സിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. മറ്റൊരു മാധ്യമ പ്രവർത്തകനെ പിടിച്ച് ഇപ്പൊ കേസ് നടക്കുന്നില്ലേ? അപ്പൊ ആരെയാണെന്ന് വിശ്വസിക്കാൻ കഴിയുക? സംസ്ഥാന സർക്കാരിന്റെ ഗസ്റ്റായി ഒരാളെ വിളിച്ചു വരുത്തുമ്പോ ആ ഗസ്റ്റ് ആരാണെന്ന് അന്വേഷിക്കാനുള്ള പ്രാഥമിക മര്യാദയില്ലേ? ഇനി പോട്ട് പ്രീതെ ഒരുപാട് ബ്ലോഗർമാരെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ വാദത്തിന് അംഗീകരിക്കുന്നു. അറിയാൻ കഴിയില്ല, അറിഞ്ഞില്ല, ശരി. മുഹമ്മദ് റിയാസ് അറിഞ്ഞില്ല എന്നറിയിക്കട്ടെ. ഒരു മാസം മുമ്പ് ഇത് പ്രശ്നമായ സമയത്ത് കേന്ദ്ര ഇന്റലിജൻസ് കണ്ടെത്തുന്നു കേരളത്തിൽ സന്ദർശിച്ചിട്ടുണ്ട് ജ്യോതി മൽഹോത്ര എന്ന്. എന്തുകൊണ്ടാണ് അന്ന് ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ, ഒരു കാര്യവും ഇതിനകത്തില്ലെങ്കിൽ അന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി, കേരളത്തിലും വന്നിരുന്നു, കേരളത്തിൽ ഇങ്ങനെ ഒരു ബ്ലോഗറെയാണ് കൊണ്ടുവന്നത്, എന്താണ് മുഹമ്മദ് റിയാസ് തുറന്നു പറയാതിരുന്നത്? എന്തിനാണ് മുഹമ്മദ് റിയാസ് ഒളിച്ചു വെച്ചത്? ഏതായാലും അന്വേഷണ ഏജൻസി കണ്ടെത്തിയ ഒരു കാര്യമാണ്. ഈ അന്വേഷണ ഏജൻസി കണ്ടെത്തിയ ഒരു കാര്യം അറിയാതിരിക്കുന്നെങ്കിൽ അറിയാതിരുന്നോട്ടെ. കേന്ദ്ര ഏജൻസികളായതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ CBI പോലുള്ള ഏജൻസികളോ അല്ലെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസോ അങ്ങനത്തെ ഏജൻസികളോ NIA ഒക്കെയുള്ള ഏജൻസികൾ നമുക്ക് ഒരു നോട്ടായോ അല്ലെങ്കിൽ വിവരങ്ങൾ തരുന്നില്ല. നമ്മളത് പലപ്പോഴും മറ്റു മാർഗങ്ങളിലൂടെ അറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് അറിയണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒന്നും മറയ്ക്കാനും ഒളിക്കാനും ഇല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ മടിയിൽ കരമില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനല്ലേ പിണറായി വിജയന്റെ മരുമകനല്ലേ മുഹമ്മദ് റിയാസ്? എന്തുകൊണ്ടാണ് മടിയിൽ കരമില്ലെങ്കിൽ തുറന്നു പറയാമായിരുന്നില്ലേ കേരളത്തിലെ ജനങ്ങളോട്? എനിക്ക് തെറ്റുപറ്റിയിരുന്നു, അപ്പൊ ഞാനൊരു ഇങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഞാൻ എന്തെങ്കിലും അന്വേഷണ ഏജൻസികളെ അറിയിക്കും. തീർച്ചയായും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇത് അല്ലെങ്കിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയും എനിക്ക് ആ വിഷയത്തിലൊരു ബന്ധവുമില്ല, എനിക്കും പറ്റിപ്പോയി തെറ്റെന്ന്. എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നത്? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒളിക്കാനും മറയ്ക്കാനും ഉണ്ട് എന്ന് തന്നെയാണ്. ഇനി അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണല്ലോ ഇപ്പൊ നിവൃത്തിയില്ലാതെ മുഹമ്മദ് റിയാസിന് സംസാരിക്കേണ്ടി വന്നത്. സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായ പ്രതിഷേധം ഉയരുന്നതിനിടയിലല്ലേ ഇപ്പോൾ സംസാരിക്കാൻ വന്നത്. ഇനി ആരാണ്, ഏത് ഏജൻസിയാണ് ഇവരെ കൊണ്ടുവരാനായി, ഇവരെ ആരാണ് സജസ്റ്റ് ചെയ്തത്? ഇവരെ കൊണ്ടുവരുന്നതിനുള്ള അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ മാനദണ്ഡം? എത്ര ഈ സബ്സ്ക്രൈബർ ഉള്ള അല്ലെങ്കിൽ എങ്ങനെയുള്ള ബ്ലോഗർമാരെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്? അപ്പൊ ഈ വിഷയങ്ങളെ കുറിച്ച് കൂടി പറയണ്ടേ? അതെന്താണ് പറയാതെ പോകുന്നത്? ഇവിടെ വന്ന് UP പോയിട്ടുണ്ട്, പിന്നെ രഥയാത്രയ്ക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കാശി പോയിട്ടുണ്ട്, അയോധ്യ പോയിട്ടുണ്ട്, അവിടെ കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടുത്തെ മുഖ്യമന്ത്രിമാരെ എല്ലാം കഴിവിലെത്തണമെന്ന് പറയുന്നതാണോ മുഹമ്മദ് റിയാസ് ചെയ്യേണ്ടിയിരുന്നത്? മുഹമ്മദ് റിയാസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. കാരണം മുഹമ്മദ് റിയാസിന്റെ ഗസ്റ്റ് ആയിരുന്നു ജ്യോതി മൽഹോത്ര. മുഹമ്മദ് റിയാസിന്റെ ടൂറിസം വകുപ്പിന്റെ കേരള സർക്കാരിന്റെ ഗസ്റ്റ് ആയിരുന്നു. മറ്റൊരു സംസ്ഥാനത്തും ജ്യോതി മൽഹോത്ര ഗസ്റ്റ് ആയിരുന്നില്ല. കേരളത്തിൽ മാത്രം ഗസ്റ്റ് ആകാനുള്ള സാഹചര്യം എന്താണ്? അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? ഒരാളുടെ ബയോഡേറ്റ വാങ്ങില്ലേ? നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വരുമ്പോ ഒരാളുടെ ബയോഡേറ്റ വാങ്ങില്ലേ? അറ്റ്ലീസ്റ്റ് ഇയാൾ എവിടെയാണ്, ഇയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഗസ്റ്റായി പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്ഥിരമായി ഇങ്ങനെയുള്ള ഒരാളാണോ? ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള ആളാണോ? സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണോ? ഇവർ അങ്ങനെ ഏതെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും നോക്കില്ലേ? ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്
ഇവിടെ അവരെ ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്ന് വിശദീകരിക്കേണ്ടി വരും. തീർച്ചയായും വിശദീകരിച്ചേ മതിയാവൂ. ഇങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ കുംഭമേളയ്ക്ക് പോയി എന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത് കൃത്യവിലോപമാണ്. സത്യത്തിൽ മുഹമ്മദ് റിയാസ് ഇതിന്റെ ഉത്തരവാദിത്വം, പൂർണ്ണ ഉത്തരവാദിത്വം, പ്രത്യേകിച്ച് ആലോചിച്ച് നോക്കണം എത്ര ഗുരുതരമായ തെറ്റാണ്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തുന്ന ഒരു വ്ളോഗറെ കൊണ്ടുവന്ന് കേരളത്തിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെയെല്ലാം കാണിച്ചു കൊടുത്ത് വീഡിയോ പകർത്താനുള്ള അനുവാദം കൊടുത്തു. നാളെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകില്ല എന്ന് മുഹമ്മദ് റിയാസിന് ഉറപ്പുണ്ടോ? ആലോചിച്ച് നോക്ക് എത്ര ഗുരുതരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന് കൊടുക്കുന്ന ന്യായീകരണം, ആ ന്യായീകരണം പോലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഹമ്മദ് റിയാസിനാണ്. മുഹമ്മദ് റിയാസ് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് പറയാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന, സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം സംസ്ഥാനത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാനം ഇല്ലാതാകാൻ പോകുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ സുരക്ഷിതത്വം, ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയാത്ത മന്ത്രി, അല്ലെങ്കിൽ അതിന് വളം വെച്ചു കൊടുക്കുന്ന, ആ സംസ്ഥാനം ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഇല്ലാതാക്കാൻ വളം വെച്ചു കൊടുക്കുന്ന ഒരു മന്ത്രി, അത്തരമൊരു മന്ത്രിയെ കേരളത്തിന് ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസിനെ കൂടി പ്രതി ചേർത്തുകൊണ്ട് കേന്ദ്രം അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ പിന്നിൽ എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്.